ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ ദ്വീപുകളിൽ ഒന്നാണ് ഈസ്റ്റർ ഐലൻഡ്. ആയിരക്കണക്കിന് കിലോമീറ്റർ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ ചെറിയ ദ്വീപിൽ നൂറുകണക്കിന് ഭീമൻ കൽപ്രതിമകൾ നിൽക്കുന്നു. ആരാണിവ നിർമ്മിച്ചത്? എങ്ങനെ ഇവ ഇവിടെത്തി? നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ലോകവിസ്മയങ്ങൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ ഐലൻഡ് തെക്കുകിഴക്കൻ പസഫിക്കിൽ പോളിനേഷ്യൻ ത്രികോണത്തിൻ്റെ തെക്കുകിഴക്കൻ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പോളിനേഷ്യൻ ദ്വീപാണ് ഈസ്റ്റർ ദ്വീപ്. 1888 ചിലിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ പ്രത്യേക ഭൂവിഭാഗം റപ നുയി എന്ന പുരാതന ജനത സൃഷ്ടിച്ച മോയ് എന്ന് വിളിക്കപ്പെടുന്ന 887 സ്മാരക പ്രതിമകളിലൂടെ ലോകപ്രസിദ്ധി ആർജതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക ഭൂപടത്തിൽ പെടുന്ന ഈ ദ്വീപ് റാപ നുയി ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദ്വീപിലെ വിഭവങ്ങളുടെ അമിത ചൂഷണം കാരണം കാലാന്തരത്തിൽ ഈ ദ്വീപിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത തകർച്ച നേരിടേണ്ടി വരികയും അത് ചരിത്രാധികാരത്തിൽ നിരവധി ജീവിതവർഗ്ഗങ്ങൾ വംശനാശം സംഭവിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. ഈ മൂവായികൾ 2 മുതൽ 20 മീറ്റർ വരെ വ്യത്യസ്ത ഉയരമുള്ളവയാണ്, അതായത് 6 മുതൽ 65 അടി വരെ. ശില്പവേലകൾക്കായി വെട്ടിയെടുക്കപ്പെട്ട ഈ അഗ്നിപർവ്വത ശിലകൾ ദ്വീപിൻ്റെ തെക്കു കിഴക്കായുള്ള രനുരറാക്കുവിൽ മാത്രം സവിശേഷമായി കാണപ്പെടുന്ന ഒരു പ്രത്യേക മഞ്ഞ തവിട്ട് നിറത്തിലുള്ള അഗ്നിപർവ്വത ശിലകളാണ്. ഏതാനും ചില മൂവായികൾ ചുവന്ന ധാതുശിലകളിലും കാണപ്പെടുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനായി ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ച ഇത്തരം കൽപ്രതിമകൾ ആഹു എന്നറിയപ്പെട്ടിരുന്നു. ആകർഷണീയമായ വലിപ്പവും രൂപവുമുള്ള അവ സാധാരണയായി തീരത്തോട് അടുത്തും തീരത്തിനു സമാന്തരമായുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൂർത്തിയാകാത്ത അവസ്ഥയിലുള്ള നിരവധി മൂവായികൾ ക്വാറികളിലായും കാണാവുന്നതാണ്. 887 പ്രതിമകളുടെ നിർമ്മാണം സർഗാത്മകവും അതിൻ്റെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള നീക്കത്തിനു വേണ്ടി വന്ന ശാരീരിക അധ്വാനം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ്. 1950 മുതൽ മൂവായികളുടെ പുനരുദ്ധാരണത്തിനുള്ള പദ്ധതികൾ നടന്നുവരുന്നുണ്ട്. 1837 1864 ഇടയ്ക്കുള്ള കാലഘട്ടം വളരെ നിർണായകമായിരുന്നു. അജ്ഞാതമായി തുടരുന്ന കാരണങ്ങളാൽ എല്ലാ പ്രതിമകളും മറിച്ചിടപ്പെട്ടുവെങ്കിലും നിസ്സാരമായ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപക്ഷേ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടെയായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. പിന്നീട് അവ നേരത്തെയുണ്ടായിരുന്ന അവസ്ഥയിലേക്കും അന്താരാഷ്ട്ര സഹായത്തോടെ പുനഃസ്ഥാപിച്ചിരുന്നു. ദേശീയോദ്യാനത്തിൽ ഏതാനും ശിലാലിഖിതങ്ങളും ചുവർച്ചിത്രങ്ങളും നിലനിൽക്കുന്നുണ്ട്. ബോർഡ്മാൻ സംസ്കാരത്തെ പിന്തള്ളി വന്ന മൂവായ് സംസ്കാരത്തിൻ്റെ ആചാരങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഓറോങ്കു ഗ്രാമത്തിലെ മാറ്റ നഗാരു എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആചാര കേന്ദ്രത്തിലായിരുന്നു. ഈ കേന്ദ്രം നിലനിന്നിരുന്നത് 250 മീറ്റർ ഏകദേശം 820 അടി ഉയരത്തിൽ ഇരുവശത്തും കടലുള്ള വീതി കുറഞ്ഞ വരമ്പിൻ ആഴമുള്ള റാനുകാവു അഗ്നിപർവ്വത മുഖത്തിനു സമീപമായിരുന്നു. ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത് 1,50,000 മുതൽ 2,10,000 വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെന്നു കരുതപ്പെടുന്നു. ദ്വീപിലെ ആദിമ നിവാസികൾ അതിനെ ടി-പിറ്റോ ടെഹ്ന എന്നാണ് വിളിച്ചിരുന്നത്. ഈ ദ്വീപിൻ്റെ നിലനിൽപ്പ് ആദ്യം മനസ്സിലാക്കിയത് 1722 ഈസ്റ്റർ ദിനത്തിൽ ഡച്ച് പരിവേഷകനായിരുന്ന ജേക്കബ് റോഗേവിൻ ആയിരുന്നു. അതിനാൽ അദ്ദേഹം ദ്വീപിനെ ഈസ്റ്റർ ദ്വീപ് എന്ന് പേരിട്ടു വിളിച്ചു. ഇവിടെയുള്ള നിവാസികൾ 3 വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. കറുത്ത തൊലിയുള്ളവർ, ചുവന്ന തൊലിയുള്ളവർ, വളരെ ഇളം നിറമുള്ള ചുവന്ന മുടിയുള്ളവർ എന്നിങ്ങനെയാണു അദ്ദേഹം കണ്ടെത്തിയ 3 വിഭാഗത്തിൽപ്പെട്ടവർ. 19-ാം നൂറ്റാണ്ടിൽ ഒരു താഹിതിയൻ സന്ദർശകൻ ഈ ദ്വീപ് റാപ്പായ്ക്കു സമാനമായിരുന്നുവെന്ന് കരുതുകയും എന്നാൽ വലിപ്പത്തെ അടിസ്ഥാനമാക്കി പോളിനേഷ്യൻ നാമമായ റപ-നുയി എന്നു വിളിക്കുകയും ചെയ്തു. ചിലിയിൽ ഈ ദ്വീപിൻ്റെ പേര് സ്പാനിഷ് ഭാഷയിൽ ഇസ്ല ഡി പാസ്ക്വ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈസ്റ്റർ ഐലൻഡിൽ കരയിൽ മാത്രമല്ല കടലിനടിയിലും ചില മോയ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഏകദേശം 800-നും 1200 AD കാലഘട്ടത്തിൽ പോളിനേഷ്യ പ്രദേശങ്ങളിൽ നിന്ന് കടൽയാത്ര നടത്തി ഈസ്റ്റർ ഐലൻഡിൽ എത്തിയവരാണ് റാപ-നുയി ജനത. അവർ വളരെ കഴിവുള്ള നാവികരായിരുന്നു. ദ്വീപിൽ താമസമാക്കിയ ശേഷം അവർ കൃഷി ചെയ്യുകയും ഗ്രാമങ്ങൾ സ്ഥാപിക്കുകയും സ്വന്തം സംസ്കാരം വികസിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് അവർ മോവായ് പ്രതിമകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. മോവായ് പ്രതിമകൾ
അവരുടെ പൂർവികരെയും നേതാക്കളെയും ആദരിക്കാനായിരുന്നുവെന്നും കരുതപ്പെടുന്നു. റാനോ റെനാർക്ക് എന്ന അഗ്നിപർവ്വത പ്രദേശത്തെ കല്ലിൽ നിന്നാണ് ഭൂരിഭാഗം പ്രതിമകളും കൊത്തിയെടുത്തിരുന്നത്. എന്നാൽ ഇത്രയും വലിയ പ്രതിമകൾ ദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എങ്ങനെ നീക്കി എന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇത്തരം കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങൾ അറിയുവാൻ ലോകസ് വിസ്മയങ്ങൾ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.